ഹായ് എല്ലാവർക്കും നുമിസ്മാറ്റിക്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാവുന്ന നമ്മുടെ റിപ്പബ്ലിക് ഇന്ത്യയിൽ ഇപ്പോഴും സർക്കുലേഷനിൽ നിലവിലുള്ള നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള റയർ കാറ്റഗറി വരുന്ന ഒരു നാണയത്തിൻ്റെ വാല്യൂ ഡീറ്റെയിൽസും മറ്റ് കാര്യങ്ങളുമാണ്. അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ ഈ ഒരു നാണയത്തിന് നല്ലൊരു പ്രൈസ് തന്നെ ഉണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ട് ഈ ഒരു നാണയത്തിൻ്റെ ഡീറ്റെയിൽസും മറ്റ് കാര്യങ്ങളും മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും എൻ്റെ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ഒരു റിപ്പബ്ലിക് ഇന്ത്യയിൽ ₹2 2 ആ ഒരു വില കിട്ടുന്ന നാണയം ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ നമ്മളൊന്ന് പരിചയപ്പെടാവുന്ന നാണയം ഈ ഒരു നാണയമാണ് നമ്മുടെ ₹2 സർക്കുലേഷൻ. അതായത് ഇപ്പോഴും നമ്മുടെ സർക്കുലേഷനിലൊക്കെ നിലവിലുള്ള ₹2 ഗ്ലോബലൈസ് ഇൻ ഇന്ത്യൻ അഗ്രികൾച്ചർ എന്നറിയപ്പെടുന്ന നാണയം. അപ്പോൾ ഈ ഒരു നാണയത്തിന് ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു വില തന്നെ വരുന്നുണ്ട്. സ്കാർസ് കാറ്റഗറി ആയിരുന്ന നാണയമാണ് ഇപ്പോൾ റയർ കാറ്റഗറിയിലോട്ട് ഈ ഒരു നാണയം വന്നിട്ടുണ്ട്. ഈ ഒരു നാണയത്തിൻ്റെ കണ്ടീഷൻ അനുസരിച്ചാണ് നമുക്ക് പ്രൈസ് കൂടുന്നതും കുറയുന്നത്. അപ്പോൾ ഈ ഒരു നാണയത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അടങ്ങുന്ന വീഡിയോ ഞാൻ എൻ്റെ ഒരു ചാനൽ വഴി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായും നിങ്ങൾ ആ ഒരു വീഡിയോ കാണുക. ഞാൻ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഇപ്പോൾ ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ഈ ഒരു 2 നാണയങ്ങൾ എൻ്റെ കളക്ഷനിലേക്ക് ആഡ് ചെയ്തതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ തന്നെ ഈ ഒരു നാണയം പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ഒരു നാണയത്തിന് ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു പ്രൈസ് തന്നെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു നാണയം നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നാണയമാണ്. ഇപ്പോൾ നമുക്ക് സർക്കുലേഷനിൽ ഈ ഒരു നാണയം കിട്ടാൻ ചാൻസ് കൂടുതലാണ്. ജസ്റ്റ് ഒന്ന് സർക്കുലേഷനിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. നല്ലൊരു കണ്ടീഷൻ നാണയത്തിന് അത്യാവശ്യം മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസിന് ലഭിക്കാവുന്ന നാണയമാണ്. അപ്പോൾ ഈ ഒരു നാണയം ഗ്ലോബലൈസ് ഇൻ ഇന്ത്യൻ അഗ്രികൾച്ചർ എന്നറിയപ്പെടുന്ന നാണയമാണ്. ₹2 നാണയമാണ്. നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ പുറകുവശം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു കാളയുടെ പടം, നമ്മുടെ ഒരു കൃഷിയുടെ ആ ഒരു സംബന്ധമായിട്ടുള്ള ആ ഒരു സെക്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. കാള, കലപ്പ, അതുപോലെ തന്നെ ഗോതമ്പ് ധാന്യങ്ങൾ, ആ ഒരു അഗ്രി എക്സ്പോ എന്നൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും 95 എന്നുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡ് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും ഗ്ലോബലൈസ് ഇൻ ഇന്ത്യൻ അഗ്രികൾച്ചർ എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും. നമുക്ക് ഷോർട്ട് ഫോമിൽ പറയുകയാണെങ്കിൽ അഗ്രി എക്സ്പോ എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും. 95 എന്നും കൊടുത്തിട്ടുണ്ടായിരിക്കും. അഗ്രി എക്സ്പോ 95 എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഈ ഒരു നാണയം പുറത്തിറക്കിയിരിക്കുന്ന 1995 ബോംബെ, കൽക്കട്ട എന്നിങ്ങനെയുള്ള 2 സ്ഥലങ്ങളാണ് ഈ ഒരു നാണയങ്ങൾ മിൻറ്റ് ചെയ്ത് പുറത്തിറക്കിയിട്ടുള്ളത്. അപ്പോൾ മിൻറ്റ് മാർക്കിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. തീർച്ചയായും നിങ്ങൾക്ക് ആ മിൻറ്റ് മാർക്കിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞിരുന്നതാണ്. അപ്പോൾ ബോംബെ മിൻറ്റ് മാർക്കാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ചെറിയ ഡയമണ്ട് ഷേപ്പിലുള്ള മിൻറ്റ് മാർക്ക് ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കുന്നതാണ്. കൽക്കട്ട മിൻറ്റ് മാർക്കാണെങ്കിൽ ഏതൊരുവിധ മിൻറ്റ് മാർക്കും ഈ ഒരു ഭാഗത്തായിട്ട് ഉണ്ടായിരിക്കുന്നില്ല. അതുപോലെ തന്നെ ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ വരുന്നത് ₹2. അപ്പോൾ ഈ ഒരു നാണയത്തിൻ്റെ ഡീറ്റെയിൽസ് അടങ്ങുന്ന കാര്യങ്ങളൊക്കെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ആ ഡീറ്റെയിൽസ് കാണണമെന്നുണ്ടെങ്കിൽ വീഡിയോ തീർച്ചയായും കണ്ട് എല്ലാ ഡീറ്റെയിൽസും മനസ്സിലാക്കാൻ ശ്രമിക്കുക. നാണയത്തിൻ്റെ വെയിറ്റ്, മുൻവശം എന്താണ്, പിറകുവശം എന്താണെന്നുള്ളത്, എഡ്ജ്, അതുപോലെ തന്നെ മിൻറ്റ് മാർക്ക് എങ്ങനെയാണെന്നുള്ളത് എല്ലാ കാര്യങ്ങളും ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നാണയത്തിന് ഇപ്പോൾ മാർക്കറ്റിൽ, അതായത് നമ്മുടെ പുതിയ കാറ്റലോഗ് ആരെങ്കിലുമൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു നാണയത്തിൻ്റെ വില എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. UNC കണ്ടീഷൻ നാണയത്തിന് അത്യാവശ്യം നല്ലൊരു വില തന്നെ വരുന്നുണ്ട്. യൂസർ കണ്ടീഷനും അത്യാവശ്യം നല്ലൊരു വില വരുന്നുണ്ട്. ഈ ഒരു കണ്ടീഷൻ നാണയത്തിനൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം ₹90 മുതൽ ₹150 വരെ മാർക്കറ്റ് വാല്യൂ വരുന്നുണ്ട്. എന്നാൽ ഈ ഒരു നാണയം നമുക്ക് സർക്കുലേഷനിൽ കിട്ടുമെങ്കിലും നമുക്ക് കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു നാണയമാണ്. ചില നാണയങ്ങളൊക്കെ നമുക്ക് സർക്കുലേഷനിൽ നിന്ന് കിട്ടുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു 2 നാണയങ്ങളും നല്ലൊരു കണ്ടീഷൻ എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ എൻ്റെ കളക്ഷനിലേക്ക് മേടിച്ചതാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു കണ്ടീഷനാണ്. നമുക്ക് മുൻവശം പുറകുവശമൊക്കെ നോക്കി കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് നല്ല ലെറ്റേഴ്സെല്ലാം ക്ലിയർ ആയിട്ട് നല്ല രീതിയിൽ കാണാൻ പറ്റുന്ന നാണയമാണ്. അതുപോലെ തന്നെ പുറകുവശം നോക്കി കഴിഞ്ഞാൽ നമുക്ക് ലെറ്റേഴ്സ് എല്ലാം നല്ല രീതിയിൽ കാണാനും ആ പിക്ചറൊക്കെ നല്ല രീതിയിൽ നമുക്ക് കാണാനും പറ്റുന്ന നാണയമാണ്. അപ്പോൾ ഈ ഒരു നാണയം സ്കാർസ് കാറ്റഗറി ഉണ്ടായിരുന്ന നാണയമാണ്. പക്ഷേ ഇപ്പോൾ ഈ ഒരു നാണയം റയർ കാറ്റഗറി പോയിട്ടുണ്ട്. ഫ്യൂച്ചറിൽ ഈ ഒരു നാണയത്തിന് അത്യാവശ്യം നല്ലൊരു മാർക്കറ്റ് വാല്യൂ തന്നെ ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നല്ലൊരു റയർ കാറ്റഗറി ഒരു നാണയമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു നാണയം മാർക്കറ്റിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങൾ 1-2 നാണയങ്ങൾ മേടിച്ച് നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കളക്ഷനിലേക്ക് ഈ ഒരു നാണയം ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.